കണ്ണമാലി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ 121ാമത് നേർച്ച സദ്യ തിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ കണ്ണമാലി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ നേർച്ച സദ്യ തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കൊച്ചി രൂപതാമെത്രാൻ റവറന്റ് ഡോക്ടർ ജോസഫ് കരിയിൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 19 രാവിലെ 7 മണിക്ക് പൊന്തിഫിക്കൽ ദിവ്യബലി പ്രദക്ഷിണം തുടർന്ന അഭിവന്ദ്യ പിതാവ് നേർച്ച വിഭവങ്ങൾ ആശീർവദിക്കുന്നതും തിരുക്കുടുംബത്തെ അനുസ്മരിച്ച് ഒരു സാധു കുടുംബത്തിന് അന്നവസ്ത്രാദികൾ കൊടുത്ത് സൗജന്യ നേർച്ച സദ്യക്ക് ആരംഭം കുറിക്കുന്നതുമാണ്. ഇത്തവണ ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന തിരക്കിനെ പരിഗണിച്ച ഈ വർഷം 15-ാം തീയതി മുതൽ തന്നെ നേർച്ച പായസ കുപ്പികൾ വിതരണം ചെയ്തിരുന്നു. 1904-ാം ആണ്ട് അവസാനം കണ്ണമാലിയിലും പരിസര പ്രദേശങ്ങളിലും രൂക്ഷമായ കടലാക്രമണം ഉണ്ടായി. ഇതിന് പിന്നാലെ പടർന്നു പിടിച്ച കോളറ മഹാമാരിയെ വിശുദ്ധന്റെ നാമത്തിലുള്ള പന്തിഭോജനം വഴി നേരിടുവാൻ അന്നത്തെ വികാരിയായ പരേതനായ റവറന്റ് ഫാദർ ജോസഫ് സാരസ് ജനങ്ങളെ ആഹ്വാനം ചെയ്തു. അങ്ങനെ 1905 മാർച്ച് 19 വിശുദ്ധന്റെ ചരമദിനത്തിൽ ആത്മപരിശുദ്ധിയും ദൃഢവിശ്വാസവും ഉൾക്കൊണ്ട് ദിവ്യബലി അർപ്പിച്ച ശേഷം ജനങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ ഒരുമിച്ച് പാചകം ചെയ്ത് ഭക്ഷിക്കുകയും രോഗഗ്രസ്തരായവർക്ക് നൽകുകയും ചെയ്തു. വിശുദ്ധന്റെ നാമത്തിൽ ആശീർവദിച്ച ഭക്ഷണം കഴിക്കുവാൻ ഇടയായ എല്ലാവരും അത്ഭുതകരമായി രോഗവിമുക്തരായി. കണ്ണമാലി പ്രദേശത്ത് നിന്നും കോളറ രോഗം എന്നേക്കുമായി വിടപറയുകയും ചെയ്തു. തുടർന്ന് എല്ലാ വർഷവും 19 വിശുദ്ധന്റെ മധ്യസ്ഥ തിരുനാളായി ആഘോഷിച്ചു വരികയാണ്. വിശ്വാസികളുടെ സൗകര്യാർത്ഥം തിരക്ക് ഒഴിവാക്കുന്നതിനും സമയം ലാഭിക്കുന്നതിനും വേണ്ടി മുൻവർഷങ്ങളിലെ പോലെ ബഫേ രീതിയിലായിരിക്കും ഇത്തവണയും ഭക്ഷണം വിതരണം ചെയ്യുന്നത്. ഏതാണ്ട് 11,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള സദ്യപ്പന്തലും തണൽപ്പന്തലും ഒരുക്കിയിട്ടുണ്ട്. സെന്റ് ജോസഫ് ചാരിറ്റീസ് എന്ന പേരിലുള്ള ട്രസ്റ്റാണ് നേർച്ച സദ്യക്ക് നേതൃത്വം നൽകുന്നത്. കണ്ണമാലി ഇടവക വികാരി റവറന്റ് ഫാദർ ജോസഫ് ജോപ്പൻ ആണ്ടിശ്ശേരി പ്രസിഡന്റായി 12 പേർ അടങ്ങുന്ന ബോർഡിൽ നിക്ഷിപ്തമാണ് ട്രസ്റ്റിന്റെ ഭരണം. തിരുനാളിന്റെ വിജയകരമായ നടത്തിപ്പിനു വേണ്ടി 110 അംഗ കമ്മിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ കലവറ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നേർച്ച സദ്യക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നത്. പാക്കിംഗ്, കാറ്ററിംഗ്, ആഘോഷം, ട്രാഫിക് എന്നീ കമ്മിറ്റികളും പ്രവർത്തിക്കുന്നുണ്ട്. 1000 വളണ്ടിയർമാർ നേർച്ച വിഭവങ്ങൾ വിതരണം ചെയ്യുവാൻ സന്നദ്ധരായി രംഗത്തുണ്ട്. തിരുനാൾ ദിവസം രാവിലെ 7 മുതൽ വൈകിട്ട് 11 മണി വരെ തുടർച്ചയായി ഭക്തജനങ്ങൾക്ക് വേണ്ടി ദൈവാലയത്തിൽ കുർബാന, ലതീന, അടിമ, വായു മുതലായവ ഉണ്ടായിരിക്കും. വിവിധ സ്ഥലങ്ങളിൽ നിന്നും കണ്ണമാലിയിലേക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി പ്രൈവറ്റ് ബസ്സുകൾ, KSRTC ബസ്സുകൾ പ്രത്യേക സർവീസുകൾ നടത്തുവാൻ വേണ്ട ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. തിരുനാളിനായി പോലീസ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, PWD, ഹെൽത്ത്, KSRTC എന്നിവയുടെയും നാട്ടുകാരുടെയും നാനാ മതസ്ഥരുടെയും സഹകരണം ലഭിക്കുന്നുണ്ട്. നേർച്ച, കാണിക്ക മുതലായവയിൽ നിന്നുള്ള വരുമാനം സാധു പെൺകുട്ടികളുടെ വിവാഹ ധനസഹായം, ഭവന നിർമ്മാണം, വൈദ്യസഹായം, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, സാധു വിദ്യാർത്ഥികളുടെ യൂണിഫോം തുടങ്ങിയ കാര്യങ്ങൾക്കായാണ് വിനിയോഗിക്കുന്നത്. ആഘോഷ കമ്മിറ്റി കൺവീനർ KV ജോസഫിന്റെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണമാലി.